ഇപ്പൊ പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലായിടത്തും ഒരു പണി, നല്ല പള്ളിയൊക്കെ തച്ചു പൊളിച്ച് പള്ളി ഉണ്ടാക്കുക നന്നായിട്ട് അതാ നടക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത പള്ളിയാണെങ്കിൽ ഇപ്പൊ ഞാൻ കാവ്യായ ചില മഹല്ലുകളിൽ ചില പള്ളികളൊക്കെ പൊളി, ഞാൻ പറഞ്ഞ പൊളിക്കാണ്ട് എന്താ പതി പൊളിക്കേണ്ട വല്ല കാര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പൊളിച്ചേ അവർക്ക് അടങ്ങുള്ളൂ. പിന്നെന്നാ അങ്ങനെ പൊളിച്ചോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞില്ല അതിനെ സമയത്ത്, അങ്ങനെ ക്ഷമണം ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ എന്നോട് പൊളിച്ചിട്ട് കിട്ടണില്ല, അപ്പോൾ അടിച്ചിട്ടൊന്നും പൊളിയണില്ല. അപ്പൊ ഇതിന്റെ പഴയ ഉറപ്പ് പത്ത പള്ളിക്ക് ഉണ്ടാവില്ല, ഇപ്പൊ അടിച്ചു പൊളിക്കാൻ കഴിയും. പഴയ കാനപ്പത്തെ സിമന്റും ഒക്കെ ആ നിലക്ക് ഉറപ്പ് പറഞ്ഞു പോയി. അപ്പൊ പണ്ടത്തെ പള്ളി, അത് മാത്രമല്ല, പണ്ടത്തെ പള്ളിക്ക് വേറൊരു ഗുണവഴിയുണ്ട്. നല്ല ഈമാനും ഇഖ്ലാസൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, വേറൊരു താല്പര്യം ഇല്ലാതെ ഉണ്ടാക്കിയിട്ടാണ് നിൽക്കണം അന്നത്തെ പള്ളികളൊക്കെ. നല്ല പണങ്ങളായിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ നാളെ സ്ഥലത്ത് പോയപ്പോൾ ഒരു മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് ഒരു പറഞ്ഞു, നിങ്ങൾ ഈ ഇതിമൊന്ന് സ്വിച്ച് പോന്ന് അമർത്തണം എന്നാണ്. അതെന്തിനാന്ന് ചോദിച്ചു. അതാ പിന്നെ അവിടെ ആ സ്ക്രീനിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ പള്ളി കാണും, അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനെ പള്ളി ഉണ്ടാക്കുന്ന ചോദിച്ചു. നമ്മളിപ്പോ നിസ്കരിച്ച പള്ളി അല്ലാത്തൊരു പള്ളിയാണോ എന്ന് വെച്ചാൽ, അല്ല ഈ നിസ്കരിച്ച പള്ളി തന്നെ, അതിനെന്താ കുഴപ്പമെന്ന് വെച്ചു. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ എഞ്ചിനീയർമാരൊക്കെ അതേ പറയുള്ളൂ, ഏത് പള്ളി ഉണ്ടാലും പൊളിപ്പിച്ചാണെന്ന് അറിയാം. അന്നേക്ക് പള്ളി പൊളിക്കുക ആവശ്യം ഉണ്ടാകില്ല എന്നുള്ളതല്ല, പള്ളിനെ മോടി കൂട്ടുക. ഞാനിപ്പോ അതിന്റെ ഹുക്കുമയിലേക്കൊന്നും പ്രവേശിക്കണില്ല. പള്ളിനെ ഭംഗി കൂട്ടിന്റെ ഹുക്കും എന്താണ് അതൊന്നും പറയാൻ പോകില്ല. അപ്പൊ ആവശ്യത്തിന് ഭംഗിയും കാര്യമൊക്കെ വേണം. ഇപ്പൊ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആളെ കിട്ടണമെന്നുണ്ടെങ്കിലും അത് വേണം.